നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ? അച്ഛൻ അമ്മയുടെ വയറ്റത്ത് തലവെച്ച് പറയുന്ന കിന്നാരങ്ങൾക്ക് കാതു കൊടുക്കാൻ പകരം പിറവിയെടുത്തു കഴിഞ്ഞ് സ്വന്തം അച്ഛന് അച്ഛന്ന് വിളിക്കാനുള്ള യോഗം പോലും നിനക്കില്ലാതെ പോയല്ലോ ഫാദർ. പക്ഷേ നീ ഭാഗ്യവതിയാ. നിനക്കച്ഛനെ തൊടാം, സംസാരിക്കാം, ഒരേ വീട്ടിൽ ഒന്നിച്ച് കിടന്നുറങ്ങാം. അമ്മയ്ക്ക് കിട്ടാതെ പോയ ഭാഗ്യം. ഇതെന്താ ഈ സമയത്ത്? ഹലോ വിഷ്ണുട്ടാ. ഒരു മിനിറ്റ്. എടോ, ഞാൻ അങ്ങോട്ട് വരിക. എങ്ങോട്ട്? ഇയാളുടെ വീട്ടിലേക്ക്. വേറെ അങ്ങോട്ടാ? വീട്ടിലേക്കോ? ആ, അതിനെന്താ? വിഷ്ണുട്ടൻ ഇപ്പൊ വന്ന ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലാവുമല്ലോ. എല്ലാം അതോട് തീർന്നു. വിഷ്ണുട്ട, അതിപ്പോ CCTV. അതെ, ഇയാളെ CCTV ക്യാമറയുടെ പരിധിക്ക് പുറത്തിറങ്ങി വന്നാ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. വിഷ്ണുട്ട, അതെന്തായാലും വേണ്ട. എടോ, ഇയാളുടെ പ്രശ്നം എന്താ അത് പറ. എടോ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര മാസമായി? എന്റെ ഭാര്യയല്ലേ ഇയാള്? ഈശ്വര, എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടാണോ? വിഷ്ണുട്ട, നോക്ക്, നമ്മളെ തമ്മിൽ കാണരുതെന്ന് സത്യമ്മ വിലക്കിട്ടുള്ളതല്ലേ? ഞാൻ അമ്മ അറിയില്ലാന്ന്. വിഷ്ണുട്ട, അതിപ്പോ എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? നോക്ക്, 2 ദിവസം കഴിഞ്ഞ എന്റെ അല്ല, അത് 2 ദിവസം കഴിഞ്ഞ ഇത് ശ്യാമയുടെ ഡേറ്റാ. ശ്യാമയുടെ കുഞ്ഞിന്റെ മുഖം കാണുന്ന സത്യമ്മ എന്നോട് ക്ഷമിക്കുമെന്ന ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ പടിവാതിൽക്ക് വെച്ച് തല്ലിക്കെടുത്തണോ വിഷ്ണുവേട്ട? എടോ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാ. ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതായി എന്ത് കാര്യ? എന്താണോ? അതെ, ഇയാളുടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിനുള്ള ലെറ്ററാ. അത് ഇയാൾക്ക് പ്രധാനമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നോ? എടി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. ശരി. വേനല് കടത്തുകൊണ്ടാവും. എല്ലാം ഉണക്കയാണല്ലോ ദിവാകര. അതെ, 2 വണ്ടി നാളികേരം നമ്മുടെ കറക പടത്തേക്ക് അയക്കണം കേട്ടോ. എടി, ഞാൻ ഇറങ്ങുവാണേ. ശരി. നീ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്ക് പോവാച്ച. ഈ വെയിൽ എത്തുന്ന സമയത്തോ? ഇടി, പിന്നെ നിനക്ക് രാവിലെ തന്നെ ഇറങ്ങാമായിരുന്നല്ലോ. അത് സാരമില്ല, നട അടച്ചിട്ടുണ്ടാവില്ല.
ആ എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മാവ, ഈ വെയിലത്ത് ഓടിച്ചു വന്നിട്ടാവും. ഇവിടെ ഒരുത്തി വെയിലും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാൻ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ടൊന്ന് വിട്. വേണ്ടച്ച, വെറുതെ ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ കയറിക്കേ. വേണ്ട ഹരിയേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അതെ, പോകുന്നുണ്ടെങ്കിൽ നീ ഹരിയുടെ കൂടെ പോയാ മതി. എങ്ങനെയാ, പോകുന്നുണ്ടോ? ആ പോട്ടെ. നീ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഹരിയേട്ടൻ കാത്തു നിൽക്കണ്ട, പൊയ്ക്കോളൂ. അത് ശരിയാവില്ല. നിന്നെ തിരിച്ചുകൊണ്ടേ വിട്ടില്ലെങ്കിലേ അമ്മാവൻ എന്നോടാ ചോദിക്കുക. എന്താ ഹരിയേട്ടാ ഇത്? ദൈവത്തിനോട് എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോണോന്ന് പറയാൻ പറ്റുമോ? ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ തൊഴാൻ വരുന്നേ? ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെയല്ലേ പോരേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ ദേ, എനിക്ക് മാറാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ എന്നെ സംശയത്തോടെ നോക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ തന്നെ കയറുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അല്ല, ഇവിടെ വരെ വന്നിട്ട് കാത്തു നിൽക്കുന്ന ഹരിയേട്ടന് ബുദ്ധിമുട്ട്, അകത്ത് നിൽക്കുന്ന എനിക്ക് തന്ത്രപ്പാട്. അതുകൊണ്ടല്ലേ പറയുന്നേ, തൊഴുതു കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് ഹരിയേട്ടാ. എങ്കിൽ ശരി, ആയിക്കോട്ടെ. ആ അതെ, ഈ അധികം ഭക്തിയില്ലാത്ത ആൾക്കാര് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആദ്യം തന്നെ ആയിപ്പോകുന്നൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആവില്ലല്ലോ അല്ലേ? എന്തായാലും അതില്ല. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വല്ലാതെ ആഗ്രഹിച്ചിരുന്ന വിവാഹ രണ്ടാമത് മുടങ്ങിപ്പോയത്. അതിന്റെ ദേഷ്യം മാറാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം. എന്നാൽ ഏട്ടത്തിയോട് കാണിക്കുന്ന ഈ അകൽച്ച സഹിക്കാൻ പറ്റാത്ത. ഇതിപ്പോ നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു കാര്യവും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്തികടുത്തേക്കാണെങ്കിൽ ദേഷ്യവും. അതൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാം ശരിയാവും. പിന്നെ അർച്ചനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് പറയാനാവില്ലല്ലോ. അതല്ലേ, അർച്ചന അവന്തികടുത്തോട് നിന്നെ തിരികെ കൊണ്ടുവരണമെന്ന് കാര്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോ ഏടത്തേക്ക് കാര്യം മനസ്സിലായതും അച്ഛനോട് സംസാരിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ സമ്മതിച്ചതും. എന്റെ ഇവന്റെയും കാര്യത്തില് കൂടുതലായി തലയിട്ടതിന് അച്ചുചേച്ചി ഇപ്പോ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങളെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതൊക്കെ പോട്ടെ. നീ എന്നല്ല, ആരും കരുതിയതല്ല നടന്നതും നടക്കുന്നതും. സച്ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ എല്ലാം ശരിയാവും. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പോ താനെ അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. എന്റെ കാര്യം ഞങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. നിങ്ങളെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുക, ഒരുമിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അത് രണ്ടും ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ സമയം പോലെ മാറിക്കോളും. എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അത് മതി എനിക്ക്. നമ്മൾ ശരിക്കും ഇവിടുത്തെ അച്ഛന്റെയും അവന്തികടത്തെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളവരെക്കാൾ
നമ്മളോട് ഏറ്റവും ദേഷ്യമുള്ളവരാ തന്റെ വീട്ടുകാര്. അവരെ ഇനി എന്ത് പറഞ്ഞാണാവോ സമാധാനിപ്പിക്കുന്നതും പിണക്ക് മാറ്റുന്നതും? അനൂപേട്ടനൊക്കെ നല്ല ദേഷ്യം ഉണ്ടാവും. അത്രയ്ക്കും വഴക്കൂടിയല്ല ഇവിടുന്ന് പോയത്. പിന്നെ ആതിര അവരെ അവഗണിച്ച് ഇറങ്ങി വരികയും ചെയ്തു. ശരിക്കും പ്രധാന പ്രശ്നം കിടക്കുന്നത് അവിടെയാ. രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുകയും അവരവരുടെ ഇഷ്ടത്തിന് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വീട്ടിൽ നടക്കുന്നതേ ഇവിടെ നടന്നിട്ടുള്ളൂ സച്ചേട്ട. പിന്നെ അപമാനഭാരം ദേഷ്യമാവുന്നേ ഉള്ളൂ. അനുപേണ്ണ ആതിര ഇങ്ങോട്ട് വരുന്നതിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് സച്ചേട്ടന് അറിയാലോ. പിന്നെ സന്ദീപായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ. അതിന്റെ കൂടെ ആതിര ഗർഭിണിയായി. ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറം. എല്ലാം ശരിയാവുന്ന പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയും. എന്തായാലും എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ. അത് തന്നെ ആശ്വാസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഗംഗ അതെല്ലാം ശ്രദ്ധിക്കുമെന്നും സൂക്ഷിക്കുമെന്നൊക്കെ എനിക്കറിയാം. അവളുടെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ പുഞ്ചിരി മാഞ്ഞ് അവള് കരയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ? അറിയാം. ആ നകുലിനെ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. അവൻ തീർന്നു. അവന്റെ ബോസ് ഇപ്പൊ അവനെ കൊന്നിട്ടുണ്ടാവും. നമുക്കിനി പുതിയ വഴികൾ തേടണം. പല പ്ലാനുകളും മനസ്സിലുണ്ട്. അങ്ങനെ പല പ്ലാനിന്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ പ്ലാൻ മതി. അതില് തീരണവള്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ ഗംഗ അവസാനിക്കണം. ഗംഗ ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ല. എന്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാ. ഗംഗയെ തീർക്കാൻ തന്നെ എന്റെ തീരുമാനം. ഗംഗയെ രക്ഷിക്കാൻ ഇനി ഗൗരി വരരുത്. അതിനെന്തെങ്കിലും കടുകെ ചെയ്തേ പറ്റൂ. ശ്രേയ വിളിച്ചപ്പോഴേ ഞാൻ ഗുരുവമ്മയുമായി കാര്യങ്ങൾ സംസാരിച്ചു. ഗൗരിയെ തളയ്ക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ലെന്നാ ഗുരുവമ്മ പറയുന്നത്. ഗൗരിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ ഗുരുവമ്മ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാകും വരെ ഗൗരി സ്വതന്ത്രയായി അലയട്ടെ. അതവരെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിനു മുമ്പ് എനിക്ക് ഗംഗയെ ഇല്ലാതാക്കിയേ പറ്റൂ. പിന്നെ ഒരു വഴിയുണ്ട്. എന്താ അത്? ശ്രേയയ്ക്ക് പറയുന്നത് മനസ്സിലായോ? ഇത് മതി. ഗംഗയെ അവസാനിപ്പിക്കാൻ ഇത് മതി. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ചെയ്യാനും എനിക്ക് സന്തോഷമുള്ളൂ. കാര്യം നടക്കണം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങള് എന്താണെങ്കിലും പ്ലാൻ ചെയ്തോളൂ. ശ്രേയ ആവശ്യപ്പെട്ട പോലെ ഒരാളെ എനിക്കറിയാം. സേഫാണ്. ഞാൻ അയാളെ വിളിച്ചു വരുത്താം. അത് മതി. ഞാൻ വിചാരിച്ച ഇതിന് പറ്റിയ ഒരാളെ കിട്ടാൻ പ്രയാസം. പിന്നെ കാര്യം കഴിഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാ ഞാൻ രാഹുലിനോട് സഹായം ചോദിച്ചേ. ഇത് ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ഞാൻ അയാളെ വിളിച്ച് നാളെ തന്നെ വരാൻ പറയാം. ശരി.
ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ ഗൗരി ഇടപെടാൻ സാധ്യതയുണ്ട്. അവള് നമ്മുടെ പ്ലാൻ തകർക്കും. അത് സൂക്ഷിക്കണം. ഇല്ല, ഇത്തവണ അവളൊന്നും ചെയ്യില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കറണ്ടിന്റെ കാര്യം കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സീമേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും നോക്കട്ടെ സാർ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. അത് മതി. ശരി, പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം ജോലി തീർക്കണം. നിങ്ങൾ പറഞ്ഞത് സെറ്റ് ചെയ്യാൻ അധിക സമയമൊന്നും എടുക്കില്ല സാർ. ശരി, തുടങ്ങാം. ഗംഗേ, അയാള് കംപ്ലൈന്റ് എന്താന്ന് ശരിക്കും ചെക്ക് ചെയ്യട്ടെ. കുറച്ച് സമയത്തേക്ക് നീ ഒന്ന് മാറിക്കൊടുക്ക. ശരി. എന്താടി ഇവിടെ നടക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം. അമ്മ വാ, തുടങ്ങിക്കോ. പറഞ്ഞ പോലെ. എടി, ശരിക്കും നിന്റെ പ്ലാൻ എന്താ? എന്നോടെങ്കിലും ഒന്ന് പറയ. ആ ഇലക്ട്രീഷ്യൻ ഗംഗയെ ഷോക്കടിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും റെഡിയാക്കി വെക്കും. പിന്നെ എന്താവെന്ന് പറയണ്ടല്ലോ. പിന്നെ എന്താവെന്ന് പറയണ്ട, ഞാൻ പറയാം. ഗംഗയെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് എന്റെ പൊന്നുമോള് ഞാനും ജയിലിൽ പോയി കിടക്കും. നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ ശ്രേയെ? ശരിക്കും ബുദ്ധിയില്ലാത്തതേ അമ്മയ്ക്കാ. അങ്ങനൊരു മണ്ടത്ര ഈ ശ്രേയ കാണിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവളെ ഷോക്കടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അതിന് ബലിയാടാകേണ്ട ആളെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നീ അതൊന്ന് തെളിച്ചു പറ. ദേവി ആന്റി. ഗംഗ മരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാൻ ദേവി ആന്റിയുടെ തലയിൽ വെച്ചു കൊടുക്കും. അതിനുവേണ്ടിയാ രാഹുലിനെ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഇടി പൊട്ടി, നീ അങ്ങനെ പറഞ്ഞാൽ ഉടനെ ആരാ അത് വിശ്വസിക്കുന്നേ? നാത്തോൻ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണം വേണ്ടേ? കാരണമാണോ അമ്മ ഇല്ലാത്തത്? ദേവി ആന്റിയുടെ എതിർപ്പ് അവഗണിച്ച് മഹിയേട്ടൻ ഗംഗയെ വിവാഹം കഴിച്ചു. ആ പകയിൽ ആന്റി ഗംഗയെ കൊന്നു. നീ ആള് കൊള്ളാലോ. ഇത്രയൊക്കെ ബുദ്ധി നിനക്കുണ്ടായിരുന്നോ? പിന്നെ അമ്മ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നഷ്ടപ്പെട്ടത് പോട്ടേന്നോർത്ത് കരഞ്ഞു കൂവി ഇരിക്കുമെന്നോ? അതോ എടുത്തു ചാടി അബദ്ധം കാണിച്ച് ജയിലിൽ പോയി കിടക്കുമെന്നോ? നിന്റെ ഒരു ബുദ്ധി. ഈ ശ്രേയ ഒരു വിധിയല്ല. ഞാൻ ആഗ്രഹിച്ചത് ഈ കൈലാസത്തിലെ രാജ്ഞിയുടെ പദവിയാ. അത് ഞാൻ നേടിയെടുക്കും. അത് വേണം മോളെ. നിന്റെ ഈ ഐഡിയയിലൂടെ ഗംഗയുടെ ശല്യം മാത്രമല്ല, ദേവയാനിയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഒരു വെടിക്ക് 2 പക്ഷി. അതെ, അത് തന്നെ എന്റെ ലക്ഷ്യം. തോൽക്കാൻ ഇനി എനിക്ക് മനസ്സില്ല. പിന്നെ എന്തിനാ താമസം? അവളെ അങ്ങ് ഷോക്കടിപ്പിച്ച് കൊല്ല്. അധികം നാള് മഹിയുടെ ഭാര്യവേഷം അവള് കെട്ടണ്ട. അടുക്കളക്കാരിയായി വന്നവള് നില മറക്കാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പാടാവേണ്ടി വരില്ലായിരുന്നു. അല്ലടി മോളെ, ഇനി ആ ഗൗരി എങ്ങാനും... അമ്മ വേണ്ടാത്തൊന്നും പറയാതെ. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. പല വട്ടമായിട്ട് കയ്യിൽ വന്നിട്ടും ഈ കൈലാസത്തിന്റെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടതാ. ഇത്തവണ വീണ്ടും അത് സംഭവിക്കാൻ പാടില്ല. ഇല്ലമ്മേ, ഇന്ന് വേലക്കാരിയുടെ അവസാനമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഗോവിന്ദ് ഇപ്പൊ അതിഥിയായോ? അമ്മേ വേണ്ട, അവിടെ വെച്ചു. ആ ചായ കുടിക്കും. ചേച്ചി വിട്, നിക്ക്, എവിടെയാ നീ ഓടുന്നത്? വിടാൻ. അങ്കിളും ആന്റിയും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. ഉറപ്പായും വരും. എത്ര മാസത്തേക്ക് ലീവുണ്ട്? ഇവന്റെ കല്യാണമാ ഞങ്ങളുടെ വരവിന്റെ പ്രധാന ഉദ്ദേശം. അത് കഴിഞ്ഞ് ഇനി മടക്കുള്ളൂ. അപ്പോ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണ്ടേ? കുട്ടിയൊക്കെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഓവോ, എന്നാ കാര്യങ്ങൾ എളുപ്പമായല്ലോ. സച്ചി ഇവിടെ വന്നു, അവന്റെ കല്യാണമായി. ഗോവിന്ദിനും അത് തന്നെ നടക്കാൻ പോകുന്നു. അയ്യോ മുത്തശ്ശി, സച്ചിക്ക് പറ്റിയത് എനിക്കും പറ്റുമെന്ന് പറയല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ശ്രീദേവിക്ക് ഡോക്ടറിനെ കാണാനുള്ളതല്ലേ? ഏയ് സാരില്ല. എന്നാ ശരി, വീണ്ടും വരാം. അമ്മു ഇവിടെ. അമ്മു, ദേ അവര് പോകുന്നു. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ ഇറങ്ങുന്നു മോളെ. ശരിയമ്മേ. ഇടയ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിപ്പോ ഞങ്ങളുടെ ബന്ധുക്കളായില്ലേ? അല്ലെങ്കിൽ തന്നെ ലച്ചുവിന്റെ ബന്ധുവല്ലേ? വാസുദേവന്റെ മോള് എന്റെ മോള് തന്നെയാ. അരവിന്ദേട്ടന്റെ മോള് എന്റെയും മോളല്ലേ? ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ശരി. വാമേ. എന്താ? ഞങ്ങൾ ഇറങ്ങാം മുത്തശ്ശ. വാമേ. ഇന്നിനി പോണോ? നമുക്ക് നാളെ പോകാം. അതൊന്നും പറ്റില്ല. അമ്മ നടന്ന്. ചെല്ലേ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പാവയ്ക്ക ജ്യൂസ്. നിന്റെ മുത്തശ്ശിക്ക് മധുരമുള്ള പൈനാപ്പിൾ ജ്യൂസ്. ഇത് പാടില്ല മോളെ, മോശമായി പോയി. അതെ, മുത്തശ്ശിക്ക് മറ്റു യാതൊരു അസുഖവുമില്ല. അതാ പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തേ. ആ, എനിക്ക് കുറച്ച് ഷുഗർ കൂടി പോയി. അനുഭവിക്കുക, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? മെഡിസിനും ആഹാരമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു കഴിച്ചാ എല്ലാം ശരിയാവും മുത്തശ്ശ. ഇനി ഇങ്ങനെയൊക്കെ ഇരിക്കുമുള്ളേ, അത് മതി. ഏതായാലും തിരിച്ചു വിളിക്കാറായി. വെറുതെ ഓരോന്ന് പറയല്ലേ. ആരും വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രകൃതി നിയമം അങ്ങനെയാണ്. എനിക്കതൊന്നും കാണാൻ വയ്യ. അതിനു മുമ്പ് എന്റെ കണ്ണടയണേന്ന എന്റെ ആഗ്രഹം. മതി മതി ഇങ്ങനെയുള്ള സംസാരമൊക്കെ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. ടെറസിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുക്കണം. ആ ശരി മോളെ. ആ ലച്ചു, ഇങ്ങ് വന്നേ. ഞാൻ പലപ്പോഴും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ഈ മുത്തശ്ശിയല്ലേ, അതിനുള്ള അവകാശം ഉണ്ടായിട്ടല്ലേ? അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല മുത്തശ്ശി. അത് നിന്റെ നല്ല മനസ്സാ മോളെ. ഇങ്ങനെയുള്ളവർക്ക് നന്മേ വരും.
എന്റെ ലച്ചുമോക്ക് നല്ലതേ വരും. എന്നാ മോള് പൊയ്ക്കോ. ശരി മുത്തശ്ശി. കുടിച്ചേക്കണേ. എങ്ങത്താ ഇത് കുടിച്ചോ. എനിക്കിത് കുടിക്കാവോ? ആ സാരമില്ലെന്നേ, കുറച്ച് കുടിച്ചോ. ഷുഗർ കൂടും. ഒന്നുമില്ലെന്നേ, ഞാനല്ലേ തരുന്നേ, കുടിക്കേ. തനിക്ക് വേണ്ടി കുടിച്ചിട്ട് ബാക്കി തന്നാ മതി. ആലോചിച്ചിരിക്കാതെ കുടിക്കുന്നേ. മതി, ഇനി താ കുടിക്ക. നല്ല പൈനാപ്പിൾ ജ്യൂസ്. ഇനി പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ സാരമില്ല, പാവയ്ക്ക ജ്യൂസ് കുടിച്ചാലേ അതിന്റെ കയ്പ് മാറാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? മുറിയിലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വരാം. ചോക്ലേറ്റോ? ആ ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഒളിപ്പിച്ചു വെച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്റെ അമ്മയുടെ നാട്ടിലേക്ക് ഇടയ്ക്ക് വരണം. ഒരുപക്ഷെ അവിടെയുള്ളവര് നിന്നെ ഇതുപോലെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പല്ലവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറുതെ എല്ലാവരോടും വെറുപ്പ് കാണിക്കാതെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് അവരോട് ഇടപഴകാൻ ശീലിക്കേ. നീ എന്തിനാ പാർവതിയുടെ അനിഷ്ടം കാണിക്കുന്നത്? പാർവതി നമ്മുടെ ജീവിതം ഒന്നും നന്നായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളല്ലേ. അപ്പോ ആ പാർവതിയെ കുറിച്ച് നീ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കാൻ പാടുണ്ടോ? ദേ, മനസ്സിലെ നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേ. വേഗം പറഞ്ഞു കേട്ടോ. പാർവതി, പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? ആയിക്കൊണ്ടിരിക്കുന്നു. സാർ റെഡിയായോ? ഞാൻ റെഡിയായി. അല്ല, നീ ഈ വേഷം മാറുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ സർ. അല്ല, ഇതേതാ ഈ സാരി? ഇന്ന് നീ ഏത് സാരിയാ ഉടുക്കുന്നേ? അന്ന് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു പച്ച പട്ട് സാരി ഇല്ലേ, അത് കൊടുത്താ മതി. അല്ല സർ, അത് എന്തു പറ്റി? അത് സാർ എന്നോട് ക്ഷമിക്കണം. മനസ്സിലായില്ല. ആ സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തു. പല്ലവിക്കോ? ആ സാരി കണ്ടപ്പോ അവക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം. അത് കിട്ടിയാ കൊള്ളാന്നൊക്കെ ഒരു തോന്നല്. അങ്ങനെ അവൾ ആ ആഗ്രഹവും വെച്ച് എന്നോടത് ചോദിച്ചു. സാർ എനിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന സാരി ആയതുകൊണ്ട് എനിക്കത് അവക്ക് കൊടുക്കാൻ വിഷമമൊക്കെ തോന്നി. അതുകൊണ്ട് അത് തരാൻ പറ്റില്ലെന്നും അതെനിക്ക് വിശാൽ സാറ് പ്രത്യേകം വാങ്ങിക്കൊണ്ട് വന്നതാണെന്നും ഞാൻ അവളോട് 1-2 വട്ടം പറഞ്ഞു. അവൾ അത് കേട്ടില്ല. അവള് വാശി പിടിച്ച് അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു.
കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ അവക്ക് ഇതാ സ്വഭാവം. ആഗ്രഹിച്ചത് അവള് നേടിയിരിക്കും. അതില് ആർക്ക് എന്ത് വിഷമം തോന്നിയാലും അവൾ അത് കാര്യമാക്കില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവളാ പല്ലവി. സാറ് ദേവിയത് എന്നോട്. ശരി ശരി, അതൊന്നും സാരമില്ല. അതവൾ കൊടുത്തോട്ടെ. പാർവതിക്ക് അതുപോലെ വേറൊരെണ്ണം ഞാൻ വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട സർ. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. താനിപ്പോ പൂജയ്ക്ക് വേണ്ടി റെഡിയായിട്ട് വാ. സാറിന് വിഷമമായി കാണൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭാവതി വിളക്ക് കൊളുത്തണ്ട. തിരുമേനി നിർദ്ദേശിച്ചതുപോലെ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. എന്താ പ്രഭാവതി, അതല്ലേ ശരി? മതി മതി. പാർവതി വിളക്ക് തെളിയിച്ച് യജമാന സ്ഥാനത്തിരുന്നാ മതി. കഷ്ടം. ഇപ്പൊ ഈ കുടുംബത്തില് പ്രഭാവതി അമ്മയ്ക്ക് ഒരു നിലയും വിലയില്ലാതായോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടിരുന്നോളൂ. ആദ്യം ഗണപതി പൂജ. അല്ല, ഇവിടെ ഗണപതിയുടെ ചിത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ. വിഘ്നേശ്വരന്റെ ചിത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നെടുത്തോണ്ട് വരിക. അല്ല, അതിവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ഗണപതിയുടെ വിഗ്രഹം എവിടെ പോയി? ചിത്രം തന്നെ വേണമെന്നില്ല, ചെറിയൊരു വിഗ്രഹമായാലും മതി. ഞങ്ങൾ ഈ വീട് വൃത്തിയാക്കിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ചിത്രങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. വേണ്ട, ഇദ്ദേഹം പോണ്ട. ഞാൻ പോയി എടുത്തിട്ട് വരാം. പാർവതി, നീ ഇനി ഗണപതി ഭഗവാന്റെ ചിത്രം തിരയണ്ട. അവിടെ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് പൂജ ആരംഭിക്കാന്ന് പൂജാരി പറഞ്ഞു. കിട്ടിയോ? കിട്ടി. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3 മാസത്തെ പെൻഡിങ്. എത്ര ലക്ഷം രൂപയാ ഈ കമ്പനി സഹകരണ സംഘത്തിന് കൊടുക്കാനുള്ളത്? അത് പറ. കുറച്ച് പെൻഡിങ് ഉണ്ട്. ആ ക്യാഷ് ബസ് അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞല്ലോ. 3 മാസത്തെ പെൻഡിങ്, ലക്ഷങ്ങളാണ് കൊടുക്കാനുള്ളത്. അവര് പലതവണ വോൺ ചെയ്തു, മറുപടിയില്ല. അവസാനം കരാറ് ക്യാൻസൽ ചെയ്തു, അത്ര തന്നെ. സത്യത്തിൽ ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ അവരുടെ കരാറിൽ ഒപ്പിട്ടത്. ഇന്ന് അമ്മയെ ഐശ്വര്യടുത്തി അവിടെ കണ്ടപ്പോഴാ സെക്യൂരിറ്റിയോട് ചോദിച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. ഐശ്വര്യ, ഈ കേട്ടതെല്ലാം ശരിയാണ്. രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ചതിച്ചു. എന്ത് ചതിച്ചു? മനഃപൂർവ്വം ഓരോ അബദ്ധങ്ങൾ കാണിച്ചിട്ട് മറ്റുള്ളവർ ചതിച്ചു തന്നു. വെറുതെ ഐശ്വര്യ കുറ്റം പറയണ്ട, ഇത് എനിക്കും ബോധ്യമായതാ. അമ്മേ, ഐശ്വര്യ പറഞ്ഞത് അമ്മ അപ്പടി അങ്ങ് വിശ്വസിച്ചു. അല്ലാതെ അമ്മയ്ക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഇവർ ആ സഹകരണ സംഘത്തിൽ തന്നെ കൃത്യമായി എത്തി കരാർ ഒപ്പിട്ടതെന്താ? മനഃപൂർവ്വം ചതിക്കാനല്ലേ? വസു, തനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി പോയോ? ഈ ഐശ്വര്യ പറയുന്ന ഓരോന്നും കേട്ട് താനും വല്ലാത്തൊരവസ്ഥയിലേക്കാ പോകുന്നത്. കഷ്ടമുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഒടുവിൽ ഞാനാ എല്ലാത്തിനും തെറ്റുകാരി. എന്നെ മാറ്റി ഈ ശ്യാമ ആ സ്ഥാനത്തിരുത്താത്തതിന്റെ വാശിയാ ഇവര് കാണിക്കുന്നത്. എന്റെ പൊന്നൈശ്വര്യടുത്തി, എനിക്കൊരു സ്ഥാനവും വേണ്ട. എന്റെ ലക്ഷ്യം ഇതല്ല. അത് സംഗീതത്തിന്റെ ലോകോ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും അഖിൽ സാറിന്റെ പ്രോത്സാഹനം കൊണ്ടും ഞാൻ കുറേശ്ശെ അവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ പൂർണ്ണ തൃപ്തി എനിക്കത് തന്നെ ധാരാളം മതി. നിന്റെ സംസാരം നിർത്ത്. എനിക്ക് പറയാനുള്ളത് അഖിയോടാ. അതിനാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പുതിയ കമ്പനി എന്നുള്ള ഐഡിയ വിട്ട് അഖി ഈ കമ്പനിയുടെ ചുമതല ഏൽക്കണം. അത് പറ്റില്ലെന്ന് മുന്നേ ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ കമ്പനി അത് ഞങ്ങള് തുടങ്ങുകയും ചെയ്യും. ശരിക്കും ഈ കമ്പനിയോട് മത്സരിച്ച് തന്നെ ഞങ്ങൾ മുന്നേറും, സംശയമില്ല. എന്നാ ഞാനും വെറുതെ ഇരിക്കില്ല. ഈ കമ്പനി തകരാൻ ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓക്കെ, ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ നിന്റെ എല്ല് ഞാനിങ്ങ് ഊരിയെടുക്കും. മനസ്സിലായടാ? മണി കണ്ട. ദൈവമേ, ഇവൻ ഇവിടെയും വന്നോ? ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് വല്ല സംശയവും?
പ്രശ്നമുണ്ട്. വെറുതെ അല്ല ഞാൻ ഇവളെ രക്ഷിച്ച്. ഇവളെ സ്വഭാവം ശരിക്കും മനസ്സിലായി. കാണാൻ നല്ല മുഞ്ച്. വരട്ടെ, നമ്മളോടൊക്കെ തന്നെ ഉണ്ടല്ലോ, നോക്കാം. അശ്വതീച്ചി, ഞാൻ എത്താൻ താമസിച്ചോ? ഞാൻ നിന്നെ വിളിച്ചിവിടേക്ക് വരാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമല്ലായുള്ളൂ. എന്നാലും ശ്യാമ വേഗം എത്തി. അല്ല, എന്താ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. എനിക്കൊരു കൺഫ്യൂഷൻ. എന്ത് പർച്ചേസ്? കേക്കട്ടെ. അത് ഞാൻ നിന്നോട്... എന്താ കാര്യം? എന്തായാലും എന്നോട് പറയരുതോ? അത് ശ്യാമേ, നാളെ ഞങ്ങളുടെ വിവാഹ വാർഷിക. അശ്വതീച്ചിയുടെയും അരുണേട്ടന്റെയും വിവാഹ വാർഷികമാണോ? അതെ. അപ്പോ അത് ആഘോഷാക്കാനാണോ രണ്ടുപേരുടെയും തീരുമാനം? അരുണിനൊരു പക്ഷെ ആ ദിവസം ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യിൽ അധികം രൂപയൊന്നുമില്ല. എന്നാലും അരുണിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അതിനിറങ്ങിയതാ ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. എന്ത് ഗിഫ്റ്റാ വാങ്ങേണ്ടെന്ന് അതെനിക്കറിയില്ല ശ്യാമേ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടല്ലേ, അതാന്ന് തോന്നുന്നു ആകെ ഒരു കൺഫ്യൂഷൻ. ശ്യാമയ്ക്കാവുമ്പോ ഇതൊക്കെ നല്ല നിശ്ചയല്ലേ. എന്താ വേണ്ടേന്ന് നീ ഒന്ന് സെലക്ട് ചെയ്ത് തരണം. അതിനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. ഇത്രേ ഉള്ളോ? ഇത് സിമ്പിൾ കാര്യല്ലേ. ആദ്യം നമുക്ക് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. ഓ, അതാ നല്ലതല്ലേ? അതെ, ഒരു കേരള സ്റ്റൈൽ ആയിക്കോട്ടെ. നല്ലൊരു മുണ്ടും ഷർട്ടും. എന്തു പറയുന്നു? അരുണിന് നന്നായി ചേരുമല്ലേ? പിന്നല്ലാതെ. മുണ്ടും ഷർട്ടും അരുണേട്ടന് അടിപൊളിയായിരിക്കും. അപ്പോ മുണ്ടും ഷർട്ടും എന്താ, ഓക്കെ അല്ലേ? അതിഷ്ടായി. എന്നാ വാ, നമുക്ക് അപ്പുറത്തെ ടെക്സ്റ്റൈൽസിൽ നിന്ന് സെലക്ട് ചെയ്യാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഏട്ടൻ. ആരാടാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരുടെ അനുവാദത്തോടെയാ നീ ഇതിനകത്ത് കാലുകുത്തിയത്? അമ്മയോ? ആരുടെ അമ്മ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല. എനിക്ക് 2 മക്കളുണ്ട്, നന്ദിനി ഉൾപ്പെടെ 3. നീ എന്റെ ആരുമല്ല. ക്ഷമിച്ചേക്ക്. പ്രായമുള്ളൊരു സ്ത്രീയെ വിളിച്ച വിളിയായി അതങ്ങ് കരുതിയാൽ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചതായിരിക്കുമല്ലോ എന്നെ. അല്ലാതെ എനിക്ക് ജനിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീയെ വിളിച്ച് വിളിയായിട്ട് കരുതിയാൽ മതി. നിന്നെ പ്രസവിച്ച ആ മഹാപാപിയായ സ്ത്രീ ഞാനായിപ്പോയി. ഇങ്ങനൊരു നീച സന്തതിയെ ജനിപ്പിക്കേണ്ടി വന്ന മഹാപാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ പാപം ഞാനായിട്ട് തന്നെ പണ്ടേ കഴുകി കളഞ്ഞതാ. മനസ്സിൽ നിന്റെ പട്ടട ഒരുക്കി മകനെ കത്തിച്ചു കളഞ്ഞ ഒരു അമ്മയാടാ ഞാൻ.
ചത്തവന് തിരിച്ചു വന്നാ അവരെ ദുരാത്മാക്കളായ പ്രേതങ്ങളായിട്ട് കരുതും. അതുകൊണ്ട് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. പെട്ടെന്നിറങ്ങി പോടാ. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മരിച്ചുപോയ മകനാണ്, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ മകനാണ്. സമ്മതിച്ചു. അമ്മ മകനായ എന്നെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ എനിക്ക് എന്റെ മകളെ മാറ്റിക്കളയാൻ പറ്റില്ല. അവള് എന്റെ മരണം വരെ എന്റെ മകളായിരിക്കും. സംശയം വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുടുംബം കുളം തോണ്ടിയത് നീയാ. നീ രാജലക്ഷ്മി, അരുത്. എന്താ കാണിക്കുന്നത്? അമ്മ, രാജലക്ഷ്മി, അരുത്. ആരും എന്നെ തടയരുത്. ഇവനെ ഞാനിന്ന് കൊല്ലും. അമ്മേ, ഞാൻ എന്റെ വയറ്റിൽ ആദ്യം പിറന്ന അസുരവിത്ത ഇവൻ. അസുരവിത്ത്. അമ്മേ, മിണ്ടരുത് നീ. ഈ മഹാദ്രോഹി നിൽക്കുന്ന സ്ഥലം വരെ ശാപം കൊണ്ട് ദഹിച്ചു പോവും. രാജലക്ഷ്മി, വേണ്ട. വേണം. ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊന്നേ ഞാൻ അടങ്ങൂ. എന്ത് ധൈര്യത്തിലാ ഇവൻ ഇവിടെ കയറി വന്നത്? ഇവനെ കൊന്നാലേ ഇന്നെന്റെ കലി അടങ്ങൂ. ഒന്ന് കൊന്നതല്ലേ നീ ഇവനെ? പടിയടച്ചു പിണ്ടം വെച്ചു എന്ന് പറഞ്ഞ നീ അവനെ ദഹിപ്പിച്ചു നടക്കം. പിന്നെ കൊല്ലം നടക്കുന്നോ? വിടവനെ. വിടില്ല. അച്ഛനെയും അമ്മയും കുടുംബത്തെയും കൂടപ്പിറപ്പുകളെയും നശിപ്പിച്ച ഇവനെ ഇനി ഞാൻ ജയിലിലേക്ക് വിടില്ല. കൊല്ലും. കൊല്ലും ഞാൻ ഇവനെ. അവനെ ജനിപ്പിച്ച അവന്റെ അച്ഛനാണ് ഇടനെഞ്ച് തകർന്നിവിടെ നിൽക്കുന്നത്. അമ്മയെ പോലെ തന്നെ അച്ഛനും മക്കളുടെ അവകാശമുണ്ട്. നിന്റെ മാത്രമല്ല, എന്റെയും കൂടെ മകനാവൻ. ഇവനെ പ്രസവിച്ചത് ഞാനാണെങ്കില് ഇവനെ കൊല്ലാനും എനിക്കറിയാം. ഒരു തെറ്റ് ചെയ്തു പോയി അവൻ. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല. തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് തിരുത്താതാണ് തെറ്റ്. ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുകയാണ്. അവൻ ചെയ്ത തെറ്റിന് ഒരു പങ്കാളി കൂടുണ്ട്. അവൻ ഇനിയെങ്കിലും മാപ്പ് കൊടുത്തൂടെ? ഇവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ല. ഇനി ഇവന് മരണമാണ് ശിക്ഷ. അമ്മേ, താങ്ങാനാവില്ല എനിക്ക്. ഇത് കണ്ടു നിൽക്കാനും ആവില്ല എനിക്ക്. നീ അവനെ കൊല്ലും മുമ്പ് ഹൃദയം പൊട്ടി ഞാൻ അവിടെ വീഴും. ഈ വയസ്സിന്റെ ശവശരീരത്തിൽ ചവിട്ടിയെന്ന് വേണം നീ അവനെ കൊല്ലാൻ. ദ്രോഹി, ദ്രോഹി. അമ്മേ,
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.